വെൽക്കം ടു CMR ആൻഡ് സ്റ്റഫ്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ആദ്യം പറയുന്നത് പെസന്റ് റിവോൾട്ടിനെ കുറിച്ചാണ്. 1381 കിങ് റിച്ചാർഡ് സെക്കൻഡ് ഇംഗ്ലണ്ടിൻ്റെ റൂളറായിരിക്കുന്ന സമയത്താണ് പെസന്റ് റിവോൾട്ട് സംഭവിക്കുന്നത്. അപ്പോൾ ഈ ഒരു മൂവ്മെൻറ്റിലേക്ക് എത്തുന്നതിന് മുന്നേയുള്ള ഒരു സോഷ്യൽ കണ്ടീഷൻ ഉണ്ടായിരിക്കും, ഒരു സാമൂഹിക അവസ്ഥ തീർച്ചയായിട്ടും ഉണ്ടായിരിക്കും. നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് എന്തായിരുന്നു ആ ഒരു സോഷ്യൽ കണ്ടീഷൻ എന്നുള്ളതാണ്. ഒരു സമയത്ത് കർഷകർ വളരെ കുറഞ്ഞ വേതനത്തിന് ജോലി ചെയ്യുന്ന ഒരു സാമൂഹിക ചുറ്റുപാട് നിലനിന്നിരുന്നു. ഇതിനിടയിലാണ് ഭൂവുടമകൾ അവരുടെ ഭൂമിയിൽ കുറഞ്ഞ തൊഴിലാളികളെ മാത്രം നിർത്തിക്കൊണ്ട് ചെയ്യാവുന്ന ഷീപ്പ് ഫാമിംഗ് പോലെയുള്ള രീതിയിലേക്ക് വഴിമാറി ചിന്തിച്ചു തുടങ്ങിയത്. അപ്പോൾ ഇവിടെ വന്നൊരു മെയിൻ പ്രോബ്ലം എന്ന് പറയുന്നത് സ്റ്റാറ്റ്യൂട്ട് ഓഫ് ലേബർ സ്റ്റോപ്പ്, മീൻസ് തൊഴിലാളി നിയമനം അവിടെ നിർത്തലാക്കി. ഇവിടെ സ്റ്റാറ്റ്യൂട്ട് ഓഫ് ലേബർ സ്റ്റോപ്പ് ചെയ്യുന്ന സമയത്ത് ഉണ്ടാകുന്ന ഒരു മെയിൻ പ്രോബ്ലം എന്ന് പറയുന്നത് തൊഴിലില്ലായ്മ കൂടുതലാവുകയും തൊഴിലുള്ളവർക്ക് തന്നെ ഹയർ വേജസ് ആവശ്യപ്പെടാൻ കഴിയാതെ വരികയും ചെയ്യും. നെക്സ്റ്റ് ഒരു പ്രോബ്ലം എന്ന് പറയുന്നത് 1377 പോൾ ടാക്സ് ആയിരുന്നു. പോൾ ടാക്സ് മീൻസ് ഇവർക്ക് എത്രയാണോ വേജസ് ഉള്ളത് അതിൻ്റെ ഹാഫ് പോർഷൻ അവർ ടാക്സ് ആയിട്ട് എടുക്കണം. ഇതൊന്നും സാധാരണക്കാരായ കർഷകർക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന കാര്യങ്ങളൊന്നായിരുന്നില്ല. അപ്പോൾ ഇത് ഭരണാധികാരികളുടെ മുന്നിലേക്ക് എത്തിക്കുക എന്നുള്ളതായിരുന്നു ഇവരുടെ ഒരു മെയിൻ ഹോപ്പ്. അപ്പോൾ അതിനൊരു പരിഹാരം ഉണ്ടാകും എന്നുള്ളൊരു പ്രതീക്ഷ അവർക്കുണ്ടായിരുന്നു. ഇതാണ് പെസന്റ് റിവോൾട്ടിൻ്റെ മുന്നേയുള്ളൊരു സോഷ്യൽ സിറ്റുവേഷൻ എന്ന് പറയുന്നത്. ദെൻ ദ പെസൻസ് ഓർഗനൈസ്ഡ് എ മാർച്ച് ടു മീറ്റ് ദ കിങ്. അപ്പോൾ ഈ സമയത്തും പെസൻസിൻ്റെ ഒരു ഹോപ്പ് എന്ന് പറയുന്നത് കിങ് റിച്ചാർഡ് ഇവരുടെ പ്രോബ്ലംസ് അനലൈസ് ചെയ്യും, തീർച്ചയായിട്ടും അതിനൊരു സൊല്യൂഷൻ കണ്ടെത്തും എന്നുള്ളത് തന്നെയായിരുന്നു. പക്ഷേ പ്രതീക്ഷകൾക്ക് വിപരീതമായിട്ടാണ് പിന്നീട് സംഭവിക്കുന്നത്. പെസന്റ് റിവോൾട്ടിനെ നയിച്ചിരുന്ന ഇവരുടെ ലീഡറായിട്ടുള്ള വാറ്റ് ടൈലറിനെ അവർ വധിക്കുകയും, മീൻസ് കിങ്ങിനോട് അനീതിയാണ് പെസൻസ് കാണിച്ചത് എന്നുള്ളൊരു വിമർശനമാണ് കർഷകർ നേരിടേണ്ടി വന്നത്. പിന്നീട് വാറ്റ് ടൈലറിൻ്റെ മരണത്തിന് ശേഷം അനദർ ലീഡർ ജാക്ക് സ്ട്രോ ആ ഒരു മൂവ്മെൻറ്റ് കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ടെങ്കിലും അതും അടിച്ചമർത്തുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ദെൻ ദ റിവോൾട്ട് വാസ് പുട്ട് ഡൗൺ ആൻഡ് നൺ ഓഫ് ദി പേഴ്സൺസ് ഡിമാൻഡ്സ് വർ ആക്സെപ്റ്റഡ്. കർഷകരുടെ യാതൊരു ആവശ്യങ്ങളും പരിഗണിക്കപ്പെടാതെ ആ റിവോൾട്ടിനെ അടിച്ചമർത്താനാണ് ഭരണാധികാരികളും ശ്രമിച്ചത്. പെസന്റ് റിവോൾട്ടിൻ്റെ റിസൾട്ട് എന്ന് പറയുന്നത് ഒരു ഇമ്മീഡിയറ്റ് ഗെയിനൊന്നും പെസൻസിന് ലഭിച്ചിട്ടില്ല എങ്കിൽ കൂടി ഭൂവുടമകൾക്കൊരു വാണിംഗ് കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഈ ഒരു മൂവ്മെൻറ്റ് ഇവിടെ അവസാനിച്ചിട്ടില്ല എന്നുള്ളതും ആവശ്യമെങ്കിൽ കൂടുതൽ പ്രക്ഷോഭത്തിലേക്ക് എത്തുന്ന രീതിയിലുള്ള ഒരു മുന്നറിയിപ്പ് പോലെ കൊടുത്തുകൊണ്ടാണ് പെസന്റ് റിവോൾട്ട് താൽക്കാലികമായിട്ട് അവിടെ അവസാനിച്ചത്. നെക്സ്റ്റ് നമ്മൾ പറയുന്നത് വാർ ഓഫ് റോസസ്. വാർ ഓഫ് റോസസ് വാസ് എ സീരീസ് ഓഫ് സിവിൽ വാർസ് ബിറ്റ്വീൻ ടു റോയൽ ഫാമിലീസ്, യോർക്കിസ്റ്റ് ആൻഡ് ലാങ്കാസ്ട്രിയൻസ്. സോ യോർക്കിസ്റ്റ് ആൻഡ് ലാങ്കാസ്ട്രിയൻസ് എന്ന് പറയുന്ന ടു റോയൽ ഫാമിലീസ് തമ്മിലുള്ള പ്രോബ്ലംസാണ് വാർ ഓഫ് റോസസിലേക്ക് എത്തുന്നത്. ഇവിടെ ഒരു സിമ്പിളായിട്ട് യൂസ് ചെയ്യുന്നത് യോർക്കിസ്റ്റ് യൂസ്ഡ് എ വൈറ്റ് റോസ് ബാഡ്ജ് ആൻഡ് ലാങ്കാസ്ട്രിയൻസ് യൂസ്ഡ് എ റെഡ് വൺ. ദെൻ ആദ്യത്തെ ബാറ്റിൽ നടക്കുന്നത് സെൻറ്റ് ആൽബൻസിലാണ് 1455. അതിനകത്ത് ദ യോർക്കിസ്റ്റ് വോൺ ആൻഡ് കിൽഡ് ദ ഡ്യൂക്ക് ഓഫ് സോമർസെറ്റ്. ദെൻ റിച്ചാർഡ് ഓഫ് യോർക്ക് ബിക്കം റീജൻറ്റ് ആൻഡ് സ്വോർഡ് ലോയൽറ്റി ടു ദ കിങ്. അദ്ദേഹം റിച്ചാർഡ് ഓഫ് യോർക്ക് അവിടെ റീജൻ്റ് എന്ന് പറയുന്നൊരു പൊസിഷനിലേക്ക് വന്നു. റീജൻറ്റ് മീൻസ് ഇപ്പോൾ കിങ്ങിൻ്റെ അസാന്നിധ്യത്തിലോ അല്ലെങ്കിൽ കിങ് ആവശ്യപ്പെടുമ്പോഴോ അതല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു ക്രിട്ടിക്കൽ കണ്ടീഷനിൽ കിങ്ങിൻ്റെ അതേ പവറുള്ള ഒരാളാണ് റീജൻ്റ് എന്ന് പറയുന്നത്. ദെൻ ഇനി നമ്മൾ പറയുന്നത് ലാങ്കാസ്ട്രിയൻസിനെ കുറിച്ചാണ്. ഓപ്പോസിറ്റ് സൈഡിലുണ്ടാകുന്ന ലാങ്കാസ്ട്രിയൻസിനെ കുറിച്ചാണ് ഇനി പറയുന്നത്. ഇപ്പോൾ വാർ ഓഫ് റോസസിൽ റിച്ചാർഡ് ഓഫ് യോർക്ക് റീജൻ്റ് ആയതിനു ശേഷം പിന്നീട് ലാങ്കാസ്ട്രിയൻസിൻ്റെ ഒരു പൊസിഷൻ എന്ന് പറയുന്നത് ലാങ്കാസ്ട്രിയൻ റൂളറായിരുന്നു കിങ് ഹെൻറി സിക്സ്ത് എന്ന് പറയുന്നത്. ഇവിടെ ഹി വാസ് ഓഫൺ മെൻ്റലി അൺസ്റ്റേബിൾ ആൻഡ് ഓൾവേസ് കൺസിഡേർഡ് എ വീക്ക് ലീഡർ. അപ്പോൾ ഇങ്ങനെ ഒരു കണ്ടീഷൻ നിലനിൽക്കുമ്പോൾ കിങ് ഹെൻറി സിക്സ്ത് ലാങ്കാസ്ട്രിയൻ റൂളറായ കിങ് ഹെൻറി സിക്സ്തിൻ്റെ പൊസിഷൻ എന്ന് പറയുന്നത് അദ്ദേഹം മെൻ്റലി അൺസ്റ്റേബിളാണ് അല്ലെങ്കിൽ ഒരു വീക്ക് ലീഡറായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത് എന്നുള്ളതുകൊണ്ട് തന്നെ ഈ ലാങ്കാസ്ട്രിയൻ്റെ ഭരണകാര്യങ്ങളും ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം പിന്നീട് കൈകാര്യം ചെയ്യുന്നത് ഹെൻറി സിക്സ്തിൻ്റെ വൈഫായിട്ടുള്ള മാർഗരറ്റ് ഓഫ് അഞ്ചുവാണ്. അപ്പോൾ വാർ ഓഫ് റോസസിലെ റിച്ചാർഡ് ഓഫ് യോർക്ക് ആ ഒരു റീജൻ്റ് പൊസിഷനിലേക്ക് വരികയും ലാങ്കാസ്ട്രിയൻ്റെ സാഹചര്യം എന്ന് പറയുന്നത് ലാങ്കാസ്ട്രിയൻ പിന്നീട് ക്യൂനിൻ്റെ അണ്ടറിൽ ഒരു 4 വർഷക്കാലം സമാധാനപരമായ രീതിയിൽ ബാക്കി ഉള്ള കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്തുകൊണ്ട് പോകുന്നു. അങ്ങനെ ഒരു കണ്ടീഷനിൽ തുടർന്നു കൊണ്ടിരിക്കുക. ആഫ്റ്റർ 4 years പിന്നീട് സംഭവിക്കുന്നത് the Lancastrians defeated the Yorkists at Wakefield, killing Richard of York. 4 വർഷക്കാലം വലിയ പ്രോബ്ലംസ് ഒന്നുമില്ല. പക്ഷെ 4 വർഷത്തിന് ശേഷം ലാങ്കാസ്ട്രിയൻസ് യോർക്കിസ്റ്റിനെ അറ്റാക്ക് ചെയ്യുകയും അതിനകത്ത്
റിച്ചാർഡ് ഓഫ് യോർക്ക് വധിക്കപ്പെടുകയും ചെയ്യുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ മരണശേഷം അദ്ദേഹത്തിൻ്റെ മകനായിട്ടുള്ള എഡ്വേർഡ് ഹി കണ്ടിന്യൂഡ് ദ ഫൈറ്റ് ആൻഡ് ഡിഫീറ്റഡ് ദ ക്യൂൻസ് ആർമി. പിന്നീട് ക്യൂനെ സ്കോട്ട്ലാൻഡിലേക്ക് പാലായനം ചെയ്യുകയും ദെൻ എഡ്വേർഡ് ക്രൗൺ കിങ് ഓഫ് ഇംഗ്ലണ്ട്, ആ ഒരു പൊസിഷനിലേക്ക് പിന്നീട് എഡ്വേർഡ് വരികയും ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് നമ്മൾ പറയുന്നത് ഡിക്ലൈൻ ഓഫ് ഫ്യൂഡലിസം. ആദ്യം എന്താണ് ഫ്യൂഡൽ വ്യവസ്ഥിതി അല്ലെങ്കിൽ വാട്ട് ഈസ് ഫ്യൂഡലിസം ആൻഡ് വാട്ട് ആർ ദ റീസൺസ് ഫോർ ഇറ്റ് ഇസ് ഡിക്ലൈൻ. ഇത്രയും കാര്യങ്ങളാണ് ഇനി നമ്മൾ പറയുന്നത്. സോ ആദ്യം പറയുന്നത് എന്താണ് ഫ്യൂഡലിസം. ഫ്യൂഡലിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് വാസ് എ ലാൻഡ് ബേസ്ഡ് സിസ്റ്റം. മീൻസ് ലാൻഡ് വാസ് ദ മെയിൻ സോഴ്സ് ഓഫ് പവർ. ഇപ്പോൾ ഒരു അധികാരത്തിൻ്റെയും അതുപോലെ സമ്പത്തിൻ്റെയും ഒക്കെ ഒരു കേന്ദ്രമാണത് ലാൻഡ് എന്ന് പറയുന്നത്. അവർ വിശ്വസിക്കുന്നത് അങ്ങനെയാണ്. സോ ഇവിടെ സമൂഹത്തിലൊരു സോഷ്യൽ സ്ട്രക്ചർ ഉണ്ട്. ഈ സോഷ്യൽ സ്ട്രക്ചറിനകത്ത് ഏറ്റവും മുകളിൽ കിങ്, അതിനുശേഷം ലോർഡ്സ് മീൻസ് പ്രഭുക്കന്മാർ, അതിന് താഴെ സെർവ്സ് കർഷകർ, കുടിയന്മാർ, അങ്ങനെ ഒരു സോഷ്യൽ സ്ട്രക്ചർ ഉണ്ട്. ഇവിടെ കിങ് ഭൂമി പ്രഭുക്കന്മാർക്ക് നൽകുകയും പ്രഭുക്കന്മാർ തിരിച്ച് അവർക്ക് കിങ്ങിന് വേണ്ടിയിട്ട് സൈനിക സേവനങ്ങൾ നടപ്പിലാക്കുകയും ചെയ്യുന്നു. അങ്ങനെ ഒരു സിസ്റ്റം ഉണ്ടായിരുന്നു. മാത്രമല്ല പ്രഭുക്കന്മാരുടെ കീഴിൽ നിർബന്ധിതരായി കർഷകർ ജോലി ചെയ്യേണ്ട ഒരു സാഹചര്യം, അത് മറ്റൊരു വശം. അപ്പം ഇങ്ങനെയുള്ളൊരു സോഷ്യൽ സ്ട്രക്ചറിലാണ് കാര്യങ്ങൾ, ഈ ജന്മിത്വ വ്യവസ്ഥിതി ബാക്കി കാര്യങ്ങളൊക്കെ പോകുന്നത്. അപ്പോൾ ഒരു മധ്യകാലഘട്ടത്തിൻ്റെ ഒരു അവസാനമൊക്കെ ആയിക്കഴിഞ്ഞപ്പോൾ തന്നെ ഈ ഫ്യൂഡൽ സമ്പ്രദായം, ഈ ഒരു നേരത്തെ പറഞ്ഞ ഈ ഫ്യൂഡൽ സിസ്റ്റം അത് ഇതിൻ്റെ ഒരു തകർച്ചയിലേക്ക് എത്തിയിരുന്നു. അപ്പോൾ എന്തെല്ലാം കാര്യങ്ങൾ കൊണ്ടാണ് ഫ്യൂഡലിസം ഇവിടെ തകരാനുണ്ടായത് എന്നാണ് ഇതിനകത്ത് പറയുന്നത്. അതിനകത്ത് ആദ്യം പറയുന്നത് ദ മെയിൻ റീസൺ ഫോർ ദിസ് ഡിക്ലൈൻ വാസ് ദ ഗ്രോത്ത് ഓഫ് ട്രേഡ് ആൻഡ് കൊമേഴ്സ്. ഇപ്പോൾ മുന്നേ ഉള്ളതിന് വ്യത്യാസമായി ട്രേഡ് ആൻഡ് കൊമേഴ്സിൻ്റെ വളർച്ച ഫ്യൂഡൽ സമ്പ്രദായത്തിൻ്റെ തകർച്ചയ്ക്ക് ഒരു ആദ്യത്തെ കാരണമായിട്ട് വേണമെങ്കിൽ പറയാം. അതായത് കൂടുതൽ വ്യാപാര ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട്, വാണിജ്യങ്ങൾക്ക് വേണ്ടിയിട്ട്, ട്രേഡിനൊക്കെ വേണ്ടിയിട്ട് ആളുകൾ നഗരപ്രദേശങ്ങളിലേക്ക് മാറിപ്പോവുകയും അതുപോലെ ഭൂമിക്ക് പകരമായിട്ട് പണം ഉപയോഗിക്കാൻ, പൈസ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങിയതൊക്കെ ഫ്യൂഡൽ ബന്ധങ്ങളെ ഇല്ലാതാക്കുന്ന ഒരു കണ്ടീഷൻ വരികയും ചെയ്തു. പിന്നെ കൊമേഴ്ഷ്യൽ മാർക്കറ്റ്സിൻ്റെ രൂപീകരണം, അതായത് മെർച്ചൻസ് കൂടുതൽ ലാൻഡ് ട്രേഡിന് വേണ്ടിയിട്ട് റെൻ്റായി കൊടുക്കാൻ വേണ്ടിയിട്ടും ഒരു കൊമേഴ്ഷ്യൽ മാർക്കറ്റ്സുകൾ അവിടെ രൂപീകരിക്കാൻ തുടങ്ങുകയും ചെയ്തു. ഇങ്ങനെയുള്ള ഈ മാർക്കറ്റ് സെറ്റിൽമെൻറ്റുകളൊക്കെ മുന്നേയുള്ള ഫ്യൂഡൽ വ്യവസ്ഥിതിയേക്കാൾ കുറച്ചും കൂടി ബെറ്റർ ആണെന്ന് മനസ്സിലാക്കി അങ്ങനെയുള്ളൊരു വ്യവസ്ഥിതിയിലേക്ക് മാറിയതും ഇതിൻ്റെ അങ്ങനെ ഒരു പുതിയൊരു മാറ്റം വന്നതും ഫ്യൂഡൽ വ്യവസ്ഥിതി തകരാനുണ്ടായ പ്രധാനപ്പെട്ട കാരണമാണ്. പിന്നെ നേരത്തെ നമ്മൾ പറഞ്ഞ പ്രഭുക്കന്മാർക്ക് ഭൂമി നൽകുകയും തിരിച്ച് സൈനിക സേവനം രാജാക്കന്മാർക്ക് വേണ്ടി ചെയ്യുകയും ചെയ്യുന്ന ഒരു സമ്പ്രദായം മാറ്റിയിട്ട് ടാക്സ് ഉപയോഗിച്ച് പ്രൊഫഷണൽ സൈന്യത്തെ നിയമിക്കുന്ന ഒരു സിസ്റ്റം രാജാക്കന്മാർ കൊണ്ടുവരികയും ചെയ്തു. പിന്നീട് പെസൻ റിവോൾട്ട് വന്നതോടുകൂടി പ്രഭുക്കന്മാരുടെ ഫ്യൂഡൽ അധികാരം നഷ്ടപ്പെടുന്ന കണ്ടീഷൻ കൂടി വന്നതോടുകൂടി അതെല്ലാം ഫ്യൂഡലിസത്തിൻ്റെ തകർച്ചയ്ക്ക് പ്രധാന കാരണങ്ങളായിട്ട് മാറിയിട്ടുണ്ട്. ലാസ്റ്റ് വൺ, ദ ടൗൺസ് ഗെയിൻ അതോറിറ്റി ആൻഡ് കട്ട് ഡൗൺ ദി പവർ ഓഫ് ഫ്യൂഡൽ ലോർഡ്സ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളെല്ലാം ഫ്യൂഡൽ സമ്പ്രദായം തകരാൻ ഉണ്ടായ പ്രധാനപ്പെട്ട കാരണങ്ങളാണ്. നെക്സ്റ്റ് ടോപ്പിക് നമ്മൾ പറയുന്നത് ഡിക്ലൈൻ ഓഫ് സെർഫ്ഡം. കഴിഞ്ഞ് നമ്മൾ ടോപ്പിക്കിൽ പറഞ്ഞത് എന്താണ് ഫ്യൂഡൽ വ്യവസ്ഥിതി എന്നാണ്. നമുക്കറിയാം ഇവിടെ ഫ്യൂഡൽ വ്യവസ്ഥിതിയിൽ പ്രഭുക്കന്മാരുടെ ഭൂമിയിൽ അടിമകൾ, കുടിയാന്മാർ, കർഷകർ, അതായത് അവർ ജോലി ചെയ്യുന്നു, പ്രഭുക്കന്മാർ അവർക്ക് വേതനം നൽകുന്നു, ആ ഒരു വ്യവസ്ഥിതിയാണ് നിലനിന്നിരുന്നത്. പക്ഷെ പിന്നീട് വന്നൊരു മാറ്റം എന്ന് പറയുന്നത് പ്രഭുക്കന്മാർ അവരുടെ ഉൽപ്പന്നങ്ങൾ ടൗണിൽ ഒരു ചാർട്ടേഴ്സ് നൽകിയിട്ട്, മീൻസ് ഒരു അവകാശപത്രമൊക്കെ നൽകിയിട്ട് അവരുടെ ഉൽപ്പന്നങ്ങൾ വിൽക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പുതിയ മാറ്റം കൊണ്ടുവന്നു. സ്വാഭാവികമായിട്ടും ഇത് പ്രഭുക്കന്മാരും അടിമകളും കുടിയാന്മാർ, കർഷകന്മാർ തമ്മിലുള്ള ഒരു ബന്ധം അവിടെ അപ്പോൾ തന്നെ ആ ഒരു സിസ്റ്റം, ഫ്യൂഡൽ വ്യവസ്ഥിതി അവിടെ തന്നെ പതിയെ പതിയെ ഇല്ലാതാവുന്ന ഒരവസ്ഥയിലേക്ക് വരുന്നുണ്ട്. അതുപോലെ ട്രേഡ് ആൻഡ് യൂസ് ഓഫ് മണി ചേഞ്ച് റിലേഷൻ ബിറ്റ്വീൻ ലോർഡ്സ് ആൻഡ് സെർവ്സ്. അതായത് പൈസ ഉപയോഗിച്ചിട്ടുള്ള കച്ചവട രീതികളിലേക്ക് പ്രഭുക്കന്മാർ മാറിയതും മറ്റൊരു കാരണം തന്നെയാണ്. പിന്നീട് വന്നൊരു മാറ്റം എന്ന് പറയുന്നത് ഈ പ്രഭുക്കന്മാരുടെ കീഴിൽ മുന്നേ അടിമകൾ അല്ലെങ്കിൽ കുടിയന്മാർ ജോലി ചെയ്തിരുന്ന ആ സിസ്റ്റം മാറ്റിയിട്ട് ലോർഡ്സ് ബിഗാൻ ടെൻഡിങ് ദെയർ ലാൻഡ്സ് ടു ദ ടെനന്റ് ഫാമേഴ്സ് ഇൻസ്റ്റെഡ് ഓഫ് കീപ്പിംഗ് സെർവ്സ്. മുന്നേ അടിമകളായി പ്രഭുക്കന്മാർ അവരെ കൂടെ നിർത്തിയിട്ട് അവരുടെ ഭൂമിയിൽ ജോലി ചെയ്യിപ്പിക്കുന്ന സിസ്റ്റമായിരുന്നു അതിലുണ്ടായിരുന്നത്. ഇതിന് പകരം അവരുടെ ഭൂമി പാട്ടത്തിന്
അടിമകൾക്ക് നൽകിയിട്ട്, പ്രഭുക്കന്മാരുടെ ഭൂമി അടിമകൾക്ക് പാട്ടത്തിന് നൽകിയിട്ട് അങ്ങനെ ഒരു പുതിയ സിസ്റ്റം കൊണ്ടുവരാൻ തുടങ്ങി. അപ്പോൾ ഇവിടെ സംഭവിക്കുന്നത് വെച്ചാൽ അടിമകൾ ആ ഭൂമി പാട്ടത്തിനെടുത്ത് അവിടെ കൃഷി ചെയ്യുന്നു, എന്നിട്ട് പ്രഭുക്കന്മാർക്ക് പൈസ കൊടുക്കുന്ന ഒരു സമ്പ്രദായത്തിലേക്ക് മാറുന്നു. സോ സം സെർഫ് കുഡ് പേ മണി ഇൻസ്റ്റെഡ് ഓഫ് ഡൂയിങ് ഫിഡൽ ഡ്യൂട്ടീസ് ആൻഡ് ബിക്കം ടെനൻറ്റ് ഫാമേഴ്സ്. ഇനി ഇവിടെ ലാൻഡ് ലോർഡും ഫാമേഴ്സും തമ്മിലുള്ള റിലേഷൻഷിപ്പിൽ വന്നൊരു മാറ്റം എന്ന് പറയുന്നത്, പഴയ ഓൾഡ് ഫ്യൂഡൽ ആ ഒരു വ്യവസ്ഥിതി പതിയെ പതിയെ ഇല്ലാതാവുകയും കൂടുതൽ ഫാമേഴ്സിന് ലാൻഡ് റെൻറ്റിന് കൊടുക്കുന്ന ഒരു സിസ്റ്റം വരികയും ചെയ്തു എന്ന് പറഞ്ഞല്ലോ. സ്വാഭാവികമായിട്ടും ഇതുവഴി തന്നെയാണ് നേരത്തെ പറഞ്ഞതുപോലെ അടിമകൾ ഒരു സ്വതന്ത്ര കുടിയൻ കർഷകരായി മാറുന്ന ഒരവസ്ഥ വന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും പ്രഭുക്കന്മാർക്കുള്ള അധികാരം വീണ്ടും കുറയാനുള്ള ഒരു അവസരം കൂടിയാണ് ഇത് ഉണ്ടാക്കിയത്. ഇനി റോയൽ പവറിൽ വന്നൊരു മാറ്റം എന്ന് പറയുന്നത്, ഈ ഒരു സമയത്ത് യൂറോപ്പ് കുറച്ചുകൂടി സ്റ്റേബിളായി മാറി, കൂടുതൽ സ്റ്റേബിൾ ആൻഡ് സെക്യൂറായി മാറിയിട്ടുണ്ട്. അതുപോലെ തന്നെ മുന്നേ പ്രഭുക്കന്മാർ രാജാക്കന്മാർക്ക് സൈനിക സേവനം ചെയ്തിരുന്ന ആ ഒരു സിസ്റ്റം ഉണ്ടല്ലോ, അത് പ്രഭുക്കന്മാരുടെ അധികാരം പതിയെ ഇല്ലാതായി, ഫ്യൂഡൽ വ്യവസ്ഥിതിയൊക്കെ ഇല്ലാതായി, പ്രഭുക്കന്മാരുടെ അധികാരം ഇല്ലാതായി എന്ന് മനസ്സിലായപ്പോൾ തന്നെ പ്രഭുക്കന്മാരെ സൈനിക സേവനത്തിന് ഉപയോഗിക്കുന്നതിന് പകരം എമൗണ്ട് കൊടുത്തിട്ട്, കുറച്ച് പൈസ കൊടുത്തിട്ട് സാധാരണക്കാരായ കുറച്ച് ആളുകളെ, അല്ലെങ്കിൽ മിലിറ്ററി സേവനം ചെയ്യാൻ വേണ്ടി കുറച്ച് പുറത്തുള്ള ആളുകൾക്ക് എമൗണ്ട് കൊടുത്തിട്ട് നിയമിക്കുന്ന ഒരു വ്യവസ്ഥിതി അവർ കൊണ്ടുവന്നു. ലാൻഡ്സുകളൊക്കെ പ്രഭുക്കന്മാരിൽ നിന്ന് ഫെഡറൽ ലാൻഡ്സുകൾ പിടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് രാജാക്കന്മാരെ ഈ സൈനികരെ ഉപയോഗിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് രാജാക്കന്മാർക്ക് അവരുടെ റോയൽ അതോറിറ്റി വീണ്ടും റീബിൽഡ് ചെയ്യാൻ സഹായിക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. കൂടാതെ രാജാക്കന്മാർക്ക് അവരുടെ കിരീടാവകാശം നിലനിർത്താനും അധികാരങ്ങൾ വീണ്ടും പിടിച്ചെടുക്കാനും ഒക്കെ പ്രഭുക്കന്മാരെ സൈനിക സേവനത്തിന് ഉപയോഗിക്കുന്നതിന് പകരം മെർസനറി ആർമീസിനെയാണ് അവർ വീണ്ടും അപ്പോയിൻ്റ് ചെയ്യുന്നത്. എടുത്തു പറയുന്നൊരു കാര്യം, മുന്നേ ഉണ്ടായിരുന്ന ഫെഡറൽ വ്യവസ്ഥിതിയുടെ തകർച്ചയോടുകൂടി അടിമത്ത വ്യവസ്ഥിതി കൂടി നിർത്തലായി എന്ന് വേണമെങ്കിൽ പറയാം. സോ നെക്സ്റ്റ് ക്ലാസ്സിൽ റിനൈസൻസ്, റിഫോർമേഷൻ, ഹ്യൂമാനിസം, അതുപോലെ വില്യം കാക്സ്റ്റൻ്റെ പ്രിൻറ്റിംഗ് പ്രസ് ഇൻട്രൊഡ്യൂസ് ചെയ്തതോടുകൂടി ഇംഗ്ലണ്ടിലുണ്ടായിട്ടുള്ള ആർട്സിലും ലിറ്ററേച്ചറിലും ഒക്കെ ഉണ്ടായിട്ടുള്ള മാറ്റങ്ങളെ കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ ഈ വീഡിയോക്കകത്ത് പറഞ്ഞ കാര്യങ്ങൾ ക്ലാരിറ്റി, നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. കൂടുതൽ ടോപ്പിക്കുകളിൽ എക്സ്പ്ലനേഷൻസ് ആവശ്യമായിട്ടുള്ള ഭാഗങ്ങൾ നോട്ട് ചെയ്യുക. താങ്ക് യു സോ മച്ച്.